ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ് പഠിക്കാനുള്ളത്. സിമ്പിളാണ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആർ ബോത്ത് ഹെഡ് ഓഫ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. അതായത് കോസ്റ്റിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഘടകങ്ങളാണ് നമുക്കെന്ത് ചെയ്യാം എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദർ ആർ 3 എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. കോസ്റ്റ് എലമെൻറ്റ്സിൽ വരുന്നത് 3 ഒന്ന് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ. എന്നാൽ ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൊഴിലാളികളിലെ. നെക്സ്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ ചിലവ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റിനൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് വരേണ്ടത്. ആ കോസ്റ്റിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഈ മെറ്റീരിയലിനെ വീണ്ടും നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഡിവൈഡ് ചെയ്യും. ലേബേഴ്സിന് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്നും ഇൻഡയറക്റ്റ് ലേബർ എന്നും ഡിവൈഡ് ചെയ്യുന്നു. എക്സ്പെൻസിന് അതുപോലെ എന്ത് പറയും, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും നമ്മളിവിടെ ഡിവൈഡ് ചെയ്യും. ഇനി അതുപോലെ ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ നമ്മളെന്ത് ചെയ്യുക, ഫാക്ടറി ഓവർ ഹെഡ് എന്നും അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു ഫാക്ടറി ഓവർ ഹെഡ് എന്നും ഓഫീസ് ഓവർ ഹെഡ് എന്നും അതുപോലെ സെല്ലിംഗ് ഓവർ ഹെഡ് എന്നും ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്നും നമ്മൾ എലമെൻറ്റ്സ് ഉണ്ട്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. നമ്മൾ അറിയാം മെറ്റീരിയലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോ മെറ്റീരിയൽസ് തന്നെയാണ് അല്ലേ. ദ മാറ്റർ ഓഫ് സബ്സ്റ്റാൻസ് ഫ്രം വിച്ച് ദ പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് ഈസ് കോൾഡ് മെറ്റീരിയൽസ്. മേ ബി റോ മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് ഈസ് 2 ടൈപ്പ് അല്ലേ. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുക അസംസ്കൃത വസ്തുക്കൾ അല്ലേ. നമ്മൾ ഒരു മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന സാധന സാമഗ്രികളെ അല്ലെങ്കിൽ എന്ന് പറയാം റോ മെറ്റീരിയൽസ് എന്ന് പറയാം. റോ മെറ്റീരിയൽസ് നമുക്ക് 2 ഡിവൈഡ് ചെയ്യുക: ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്നും അല്ലെങ്കിൽ ഡയറക്റ്റ് റോ മെറ്റീരിയൽസ് എന്നും ഇൻഡയറക്റ്റ് റോ മെറ്റീരിയൽസ് എന്നും എന്ന് പറയാം. അതായത് ഡയറക്റ്റ് റോ മെറ്റീരിയൽസിനെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ നേരിട്ട് ബാധിക്കുന്ന എന്ത് പറയുക കാര്യങ്ങളെ ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്നും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക പ്രൊഡക്ഷനെ നേരിട്ട് ബാധിക്കാത്ത എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുക ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റോ മെറ്റീരിയൽസ് എന്നും പറയാം. നെക്സ്റ്റ് നോക്കാം ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഹ്യൂമൻ എഫേർട്ട് ഫോർ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. ഹ്യൂമൻ എഫേർട്ട് ഈസ് റിക്വയർഡ്. സച്ച് ഹ്യൂമൻ എഫേർട്ട് ഈസ് കോൾഡ് ലേബർ അല്ലേ. അസംസ്കൃത വസ്തുക്കൾ മാത്രം ഉണ്ടായാൽ മതിയോ? അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന മാനുഷിക എന്താ പറയുക അതിന് ഹ്യൂമൻ എഫേർട്ടിന് നമ്മളെന്ത് പറയും, ലേബർ എന്ന് പറയും. ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ലേബേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റില്ല. അതിനെ നമുക്കെന്ത് പറയാം, അതിനെ വീണ്ടും 2 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് ലേബർ എന്നും ഇൻഡയറക്റ്റ് ലേബർ എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ജോബ് പ്രോസസ്സിനെ നേരിട്ട് എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ലേബേഴ്സിനെ ഡയറക്റ്റ് ലേബർ എന്നും ഇൻഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ലേബേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ എഫേർട്ടിനെ ഇൻഡയറക്റ്റ് ലേബർ എന്നും നമുക്ക് പറയാൻ പറ്റും. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓൾ കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ടേംഡ് ആസ് എക്സ്പെൻസ് ആർ 2 ടൈപ്സ്. അതായത് ലേബറും മെറ്റീരിയൽസും അല്ലാത്ത ബാക്കി എല്ലാ ചിലവിനും നമുക്ക് എന്താ പറയുക എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റും. അത് 2 എക്സ്പെൻസ് ഉണ്ട്: ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. നമുക്കൊരു നമ്മളെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ജോബിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ നേരിട്ട് ബാധിക്കുന്ന എക്സ്പെൻസിനെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ബാധിക്കുന്ന എക്സ്പെൻസിനെ എന്താ പറയുക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും പറയും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓവർ ഹെഡ്സ്. നെക്സ്റ്റ് നോക്കുക ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് ആർ ഇൻഡയറക്റ്റ് ചാർജസ്. എന്താണ് ഇൻഡയറക്റ്റ് ചാർജസിനെ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയാറുണ്ട്.
These are aggregate indirect material cost, indirect labor cost, indirect expense. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഓവർ ഹെഡ് എന്ന് കോമൺ ആയിട്ട് പറയുകയാണ്. ഈ ഓവർ ഹെഡിൽ എന്താണ് ഇൻഡയറക്റ്റ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിനെ ടോട്ടലായിട്ട് പറഞ്ഞ പേരാണെന്ത്? ഓവർ ഹെഡ്. ആ ഓവർ ഹെഡിനെ പിന്നീട് നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ നിങ്ങൾ ആ ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓവർ ഹെഡ് എന്താണെന്ന് മനസ്സിലായി. അഗ്രഗേറ്റ്, അതായത് ടോട്ടൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ആണ് എന്ത്? ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ. അതിന് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ സർ ഇൻഡയറക്റ്റ് ചാർജ് ഇൻക്ലൂഡ് connection with include indirect material, indirect labor, indirect expense, also working overhead. അതായത് ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷനുമായിട്ട് വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനും നമ്മളെന്ത് പറയും? ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയും. ഓക്കെ, അതിന് നമുക്ക് വേറൊരു പേരുണ്ട്, വർക്കിംഗ് ഓവർ ഹെഡ് അല്ലെങ്കിൽ വർക്ക് ഓവർ ഹെഡ് എന്നും പറയാറുണ്ട്. ദെൻ രണ്ടാമത് ഓഫീസ് ഓവർ ഹെഡ്. ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻ formulation of policy, planning, control and motivating the person of an organization. ഓഫീസ് റിലേറ്റഡ്, അതായത് ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മളെന്ന് പറയും ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറയും. അപ്പോൾ അതിൽ പ്ലാനിങ്, കൺട്രോളിങ്, മോട്ടിവേറ്റിംഗ് ഓഫ് എ പേഴ്സൺ, ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എന്താണ്? ഓവർ ഹെഡ്. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസാണ് അത് ഓഫീസ് ഓവർ ഹെഡ്. ദെൻ സെല്ലിംഗ് ഓവർ ഹെഡ്. സർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകർഡ് ഫോർ ദ പർപ്പസ് ഓഫ് promoting sales, creating a stimulating demand and relating to the customers. സെയിൽസുമായിട്ട് അല്ലെങ്കിൽ സെല്ലിങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനും നമ്മളെ സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറയും. അപ്പോൾ സെയിൽസിൻ്റെ പ്രൊമോഷന്, അതുപോലെ നമ്മൾ സെയിൽസും പ്രൊമോഷനിൽ കമ്മീഷൻ കൊടുക്കുക, ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, പിന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ കസ്റ്റമേഴ്സിന് ഓഫർ കൊടുക്കുക. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇൻഡയറക്റ്റ് വരുന്ന എല്ലാ എക്സ്പെൻസിനും നമ്മളെന്ത് പറയും? സെല്ലിംഗ് ഓവർ ഹെഡിൽ നിന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ കസ്റ്റമറുടെ കയ്യിൽ വരെ എത്തുന്ന ആ പ്രോസസ്. ദിസ് ആർ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകേർഡ് from the time of production are completed in the factory till they reach their destination. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ പോരാ, അത് സെയിൽസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്ന വരെയുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് നമ്മൾ പറയും. അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഇപ്പോൾ അതുപോലെ ലേബേഴ്സ് എന്തിന് ലോഡിങ് അൺലോഡിങ്, അതുപോലെ ഇവർക്ക് കൊടുക്കുന്ന സെയിൽസ് വേജ് അല്ലെങ്കിൽ സാലറി, ട്രാൻസ്പോർട്ടേഷൻ ഡ്രൈവേഴ്സിന് കൊടുക്കുന്ന, അതുപോലെ ചെക്ക് പോസ്റ്റിൽ കൊടുക്കുന്ന ഫീ, അതുപോലെ ടാക്സ്, ഇത് സെയിൽസും ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് പറയും? ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ള. ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് തന്നെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിന് നമ്മളിവിടെ ഡയഗ്രാം വരച്ച് 3 എലമെൻറ്റ്സ് ഉള്ള മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. കോസ്റ്റിന് നമുക്ക് 3 എലമെൻറ്റ്സ് ഉണ്ട്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഡയഗ്രാം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ ഡയറക്റ്റ് ലേബർ ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അതെന്താണെന്നുള്ള കാര്യം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഇവിടെ ഓവർ ഹെഡ് എന്താണെന്ന് പറഞ്ഞു. അഗ്രിഗേറ്റീവ്സ്, ടോട്ടലായിട്ടുള്ള മെറ്റീരിയലും ലേബറും എക്സ്പെൻസും നമ്മളെന്ന് പറഞ്ഞത് ഓവർ ഹെഡ് എന്ന്. അത് നെക്സ്റ്റ് പിന്നെ എന്ത് പറയുക? ഓവർ ഹെഡുകളെ നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഫാക്ടറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസിനെയും ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയും. ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എന്ത് പറയും
എക്സ്പെൻസിന് ഓഫീസ് ഓവർഹെഡ് എന്ന് പറയും. സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിന് സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറയും. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയും. അപ്പോൾ ഇതാണെന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.